ഗൈസ് ഞാൻ ഇന്നലെ കാസർഗോഡ് പോയിട്ടാ. അപ്പോൾ കാസർഗോഡ് പോയപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇക്കൊരു കുട്ടീനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ്. എങ്ങനെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പരിചയം വെച്ചാൽ ഓള് ഇതിൻ്റെ വീഡിയോ ആണല്ലോ. അപ്പോൾ ഓള് ഇങ്ങനെ കേട്ട് ഒന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ നമ്മൾ കോണ്ടാക്റ്റ് ആയി. പിന്നെ നമ്മൾ മെസ്സേജ് അയക്കൂലേ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവളെ ഭാഷ ഭയങ്കര വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചോറൊന്നൂലേ, അതിനൊക്കെ എന്താ പറയുക വെച്ചാൽ തുന്നാന്നാ പറയുക. പിന്നെ അതേമാതിരി എന്താണ് സാധനം വാങ്ങാൻ പോണിന് മാണിക്കുക, എന്നിട്ട് നമ്മളെ മാണിക്കാന്ന് എന്തിനാ പറയല്ലേ, മുത്ത് മാണിക്യ മാണൻ അങ്ങനത്തെ പാട്ടിലൊക്കെ അല്ലേ ഇവര് ഭയങ്കര. പിന്നെ ഞാൻ ഇപ്പം ഇനി ഫുള്ള് ഞാൻ കാസർഗോഡ് ഭാഷയിലാണ് വർത്താനം പറയാം. ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടാ, അങ്ങനെ കോള ഇഷ്ടപ്പെട്ടോണ്ടാണോ അറിയില്ല. എന്നിട്ട് എന്താണ് എനിക്ക് എന്നുള്ളതിന് അനക്ക് എന്നാ പറയാം. ഇനിയിപ്പോൾ അത് ഇജ്ജ് എന്നാണ് പറയണമെങ്കിൽ നിനക്ക്, അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാലേ എനിക്ക് ഇടയ്ക്ക് ഇവിടെ ഒന്നും മനസ്സിലാവും, ചാറ്റിംഗ് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മറ്റേത് നമ്മൾ ഹിന്ദിക്കാരികളോ കശ്മീരികളോടൊക്കെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മ പോയിട്ട് എന്ത് ചെയ്യുക, എന്താണ് നമ്മളെ ChatGPT ഗൂഗിൾ ട്രാൻസ്ലേഷനിലൊക്കെ നോക്കുക. ChatGPT നോക്കുമ്പോൾ ChatGPT പറഞ്ഞിട്ടാ ഇജ്ജെന്ത് ആളെ കളിയാക്കാണ്, ഇജ്ജ് മലയാളി അല്ലേ, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോന്ന്. അതെന്ത് വർത്താനല്ലേ, ഈ കാസർഗോട്ടെ ഭാഷ മനസ്സിലാക്കാൻ ഇനി വേറെ ഡിക്ഷണറി വേണ്ട. പക്ഷെ സത്യം പറയല നമ്മളെ കോഴിക്കോട്ടെ ഭാഷയാണ് ശരിക്കത്തെ ഭാഷ, എഴുത്തച്ഛൻ ഉണ്ടാക്കിയ ഭാഷ. കാരണം എന്താ, വാർത്ത നമ്മളെ കോഴിക്കോട് ഭാഷയിലല്ലേ. ആരെയും കാസർഗോഡ് ഭാഷയിൽ വാർത്ത വായിക്കാനായിട്ടുണ്ട്, തൃശ്ശൂർ ഭാഷയിൽ വാർത്ത, മലപ്പുറം ഭാഷയിൽ വാർത്ത വായിക്കൂല. കോഴിക്കോട് ഭാഷയാണ് ശരിക്കത്തെ ഭാഷ, മലയാളത്തിന്റെ എഴുത്തച്ഛൻ ഉണ്ടാക്കിയ ഭാഷ. ബാക്കിയൊക്കെ ഓരോരുത്തരുടെ ചോയ്ക്കനുസരിച്ച് മാറ്റണം.